ബൈബിൾ പറയുന്നത് തന്നെ അവൻ വൃദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയേണ്ടതിന് അവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആദമും ഹവ്വയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വർഗീയ തലങ്ങൾക്കകത്ത് നിന്നിരുന്നവർ, എല്ലാത്തിനും നോർമലായിരുന്നവർ. എവിടെയാ നോർമലായിരുന്നത്? ദൈവരാജ്യത്തിനകത്ത്, ഏദേനിനകത്ത് അവർ നോർമലായിരുന്നെടുത്ത്, അവര് സിറ്റുവേഷനകത്ത് അവര് നോർമലായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? എല്ലാ വൈകുന്നേരങ്ങൾക്കും യഹോവയായ ദൈവം അവരുടെ അടുത്ത് വരികയും ദൈവം അവരോട് കൃത്യമായി സംസാരിക്കുകയും സകല ചരാചരങ്ങളുടെയും ഭംഗിയും അതിന് വേണ്ടുന്ന കാര്യങ്ങളും കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ദമ്പതികൾ അല്ലെങ്കിൽ എക്ലീസിയ അവിടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞ ദൈവത്തിന്റെ മണവാട്ടി സഭ അതിനകത്തുണ്ടായിരുന്നു. എവരിതിങ് ഈസ് നോർമൽ, എല്ലാം നോർമലായിരുന്നു. എന്നാൽ പിശാച് എപ്പോഴും നോക്കുന്നത് നിന്റെ നോർമലിനെ അബ്നോർമലാക്കാനാണ്. പിശാച് എപ്പോഴും ചിന്തിക്കുന്നത് നിന്റെ നോർമലിനെ അബ്നോർമലാക്കാനാണ്. പിശാച് വരിക, അവൻ ഇന്ന കാര്യങ്ങൾ നിന്റെ അകത്തോട്ടിടുകയാണ്. നീ നോർമലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട. ഒരുത്തൻ അബ്നോർമലാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ അവന് നോർമൽ ആകാൻ എന്തെങ്കിലും ആവശ്യമുള്ളൂ. അപ്പൊ നീ എപ്പോഴാണോ അബ്നോർമൽ ആയിരിക്കുന്നത് അപ്പോഴാണ് നീ നോർമലിന് വേണ്ടി ഓടുന്നത്. യഹോവയായ ദൈവം തന്റെ എക്ലീസിയെ ഏദേനിനകത്ത് സൃഷ്ടിച്ചതിന് ശേഷം പിശാച് പറഞ്ഞ് അവരോട് പറയുക, ഇവരെവിടെ ഇരിക്കുന്നത് നിങ്ങൾ വിട്ടുപോകരുത്, ഇവർ നോർമലിരിക്കുക, എവരിതിങ് ഈസ് ഫൈൻ. ഇവര് ഹെവൻലി റലത്തിനകത്ത് നോർമലിനകത്ത് ഇരിക്കുന്നവരോട് പറയുക, നിങ്ങൾ ഇതിനേക്കാളും വലുതാകും. നീ ഇന്നതിനേക്കാൾ ഇന്നതുപോലെ ആയിത്തീരും. നീ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരായിത്തീരും. എവിടെ ഇരിക്കുമ്പോഴാ? നീ നോർമൽ ഇരിക്കുമ്പോഴത്തേക്ക് പറയുക, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നോർമലിന് പിന്നെ ഒരു നോർമൽ ഉണ്ടോ? നോർമൽ സിറ്റുവേഷനേക്കാൾ ഒരു നോർമൽ സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആദമും ഹവ്വയും അല്ലെങ്കിൽ എക്ലീസിയ സഭ അവിടെ വീഴാൻ കാരണം എന്നാ? ഒരു നോർമലിനേക്കാൾ വേറൊരു നോർമൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചു. അവൻ ഹെവൻലി റലത്തിനകത്ത് നോർമലിൽ നിൽക്കുമ്പോൾ പിശാച് പറയുകയാ, പിശാചിന്റെ തീരിക്കകത്ത് നോക്കുമ്പോൾ ഇവരിയ്ക്കുന്നത് അബ്നോർമലിനകത്താ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തും ഹെവൻലി റലത്തിനകത്തും ഇരിക്കുന്ന എക്ലീസിയ ഇരിക്കുന്നത് നോർമലിനകത്താ, നോർമൽ സിറ്റുവേഷനകത്താ. എന്നാൽ പിശാച് വന്ന് നോക്കിയപ്പോൾ ഇവൻ നോർമൽ സിറ്റുവേഷനിലകത്തല്ല ഇരിക്കുന്നത്, ഇവൻ അബ്നോർമൽ സിറ്റുവേഷനകത്തായിരിക്കുന്നത്. പിശാച് പറയാ, നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പൊ അബ്നോർമൽ സിറ്റുവേഷനാ, നിങ്ങളെ ഞാൻ നോർമലാക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഫലത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യണം? കഴിച്ചാൽ മതി. അവര് കഴിച്ചു. ഇപ്പൊ ആരുടെ നോർമലിലേക്ക് പോയി? പിശാചിന്റെ നോർമലിലേക്ക് പോകുകയും ഹെവൻലി റലത്തിൽ അവരെന്തായി? അബ്നോർമലുമായി.
ഇത് ഒരു സൈഡിൽ അത് നിൽക്കട്ടെ. യോബിന്റെ പുസ്തകത്തിനകത്ത് യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ യോബ് ആരായിരുന്നു? ധനികനായ വ്യക്തിയായിരുന്നു. ആടുമാടുകൾ, ദാസിദാസന്മാർ, 10 പുത്രിമാരും ചേർന്ന് 10 മക്കൾ. അങ്ങനെ സന്തുഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ട സർവ്വതും ഈ ലോകത്തിനകത്ത് നാം നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോട്ടലി നോർമലായിരിക്കുന്ന ഒരുവനെ കാണുകയാണ്. ടോട്ടലി നോർമലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും പിന്തുടരുന്നതും ഇത് തന്നെയാണ്. നാം ലോകത്തിനകത്തൊരു നോർമലായിട്ട് സിറ്റുവേഷൻ നോർമൽ ആൻഡ് എവറിത്തിങ് ഈസ് ഫൈൻ എന്ന സിറ്റുവേഷനകത്ത് ഇരിക്കുമ്പോഴാ പിശാച് പോകുന്നത്. അനുവാദം ചോദിക്കാൻ, ഞാൻ അവനൊന്ന് പാറ്റിക്കോട്ടെ, ഞാൻ അവനൊന്ന് തൊട്ടോട്ടെ, അവൻ ഇപ്പൊ വീഴും. ഞാൻ ഒന്നും കൂടെ പറയാം. പിശാച് പോയിട്ട് യഹോവയായ ദൈവത്തിന്റെ സന്നിധിക്കകത്ത് പോയിട്ടോ അവര് ഹെവൻലി റലത്തിൽ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർക്കൊരു ചെറിയൊരു അബ്നോർമൽ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ അത് മതി ഹെവൻലി റലം വിട്ടവർ താഴെ വരാൻ. പോയി എന്താ സംഭവിച്ചേ? യോബ് പറഞ്ഞു, എടാ എനിക്ക് ഈ ലോകത്തിനകത്ത് നോർമൽ സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് യഹോവയായ ദൈവമാണ്. എന്നാൽ ഈ ഹെവൻലി റലത്തിൽ ഇല്ലാത്ത ഒരുത്തി അവിടെ ഉണ്ടായിരുന്നു. അവളെന്താ പറഞ്ഞേ? നീ ഇത് വിശ്വാസവും ഈ ഹെവൻലി റലം ഇതൊന്നും പിടിച്ചോണ്ടിരിക്കാതെ ത്യജിച്ച് കളഞ്ഞിട്ട് ചത്തി കളയാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാ? ഇനി ഒന്ന് ചിന്തിച്ചേ. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബ് എങ്ങനെ എടുത്തത്? ഈ സിറ്റുവേഷൻ എങ്ങനെ എടുത്തേ? നോർമൽ സിറ്റുവേഷൻ. ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇറ്റ്സ് എ നോർമൽ. ഇത് എന്റെ സിറ്റുവേഷൻ, ഇറ്റ്സ് എ നോർമൽ സിറ്റുവേഷൻ. ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എന്താ പറഞ്ഞേ? ഈ അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു വിചാരിച്ച് ആശ്ചര്യപ്പെടരുത്. ഇത് ടോട്ടൽ നോർമൽ സിറ്റുവേഷൻ. പക്ഷേ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞ അവൾക്ക് ഇത് കണ്ടപ്പോൾ എന്ത് പറ്റി? ഇതൊരു അബ്നോർമൽ സിറ്റുവേഷൻ ആയി തോന്നി. ഇതൊക്കെ അബ്നോർമൽ സിറ്റുവേഷൻ ആയി തോന്നി. എന്തുകൊണ്ടോ? ഇന്ന് പകൽക്കാലം നീ ഈ ലോകത്തിനകത്ത് ജീവിക്കുമ്പോൾ നിന്നെ നോർമലാക്കി നിർത്തുന്നതും അബ്നോർമലാക്കി നിർത്തുന്നതും നീ തന്നെയാണ്. ഇയ്യോബിന്റെ അബ്നോർമൽ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇയ്യോബിന്റെ അബ്നോർമൽ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇവിടെ 2 പേര് ഇവിടെ ഇരിപ്പുണ്ടോ? ഇയ്യോബും ഇയ്യോബിന്റെ ഭാര്യയും. ഇയ്യോബിന് ടോട്ടലി നോർമൽ സിറ്റുവേഷനിൽ അവൻ ലോകത്തിനകത്ത് ഇരിക്കുന്നത്. അവന്റെ അബ്നോർമൽ സിറ്റുവേഷൻ, ഞാൻ ഇടത്തോട്ട് പോയി നോക്കി, ഞാൻ വലത്തോട്ട് പോയി നോക്കി, ഞാൻ വടക്കോട്ട് പോയി നോക്കി, തെക്കോട്ട് പോയി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പല ദിക്കുകളിലും ഞാൻ പോയി നോക്കി. പക്ഷെ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നവരെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നില്ല. അതാണ് എന്റെ അബ്നോർമൽ സിറ്റുവേഷൻ. നിനക്ക് നീ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് നഷ്ടോ എന്ത് കഷ്ടം വന്നാലും അതല്ല നോർമൽ സിറ്റുവേഷനായി എടുക്കുകയും മറിച്ച് ഹെവൻലി റലത്തിനകത്ത് എന്റെ അപ്പന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അബ്നോർമൽ സിറ്റുവേഷനിലേക്ക് എടുക്കുകയും ചെയ്യുമെങ്കിൽ അവിടെയാ നിന്റെ ജീവിതത്തിന് കാലടികൾ പറ്റാതെ പോകുന്നത്. ഇവിടെ യോബ് എന്താ ചെയ്തേ? എന്റെ അബ്നോർമൽ സിറ്റുവേഷൻ, എന്റെ അപ്പനെ കാണാൻ കഴിയുന്നില്ല, അവന്റെ സ്വരം കേൾക്കാൻ കഴിയുന്നില്ല, അവന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റതല്ല എനിക്ക് എന്താ നോർമല. നീ എപ്പോഴാണോ നോർമലായിട്ട് എടുക്കുന്നത് അപ്പോഴാണ് നീ ജയം പ്രാപിക്കുന്നത്. നീ ലോകത്തിനകത്ത് നോർമലായിട്ട് നിനക്ക് ജീവിതത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ അവിടെയാണ് നിനക്ക് ജീവിക്കാൻ കഴിയുന്നത്. കർത്താവ് എന്നാ പറഞ്ഞത്?
ലോകത്തിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാ. ഞാൻ എന്റെ ജീവിതത്തിനകത്തോടെ ഞാൻ പറയാ, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നീ നോർമൽ സിറ്റുവേഷൻ ആയിരിക്കുക. കാരണം അവന്റെ മഹത്വത്തിന്റെ തലത്തിനൊത്തവണ്ണോ അവന്റെ ആത്മാവിനാൽ അത് നിന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നീ ടോട്ടൽ നോർമൽ സിറ്റുവേഷൻ ആയിരിക്കണം. പലരും പറയും ഇത് സിറ്റുവേഷൻ ബാഡാണ്, സാഹചര്യം ഭയങ്കര മോശമാണ്. നീ അറിയണം സാഹചര്യം വളരെ നോർമലാണ്. നീ ഇന്നൊന്ന് പറയാൻ കഴിയുമോ? ഇവിടെ 11 മുതൽ 17 വരെയുള്ള ആഴ്ചയെക്കാണ് ടോട്ടലി നോർമലായിരുന്നു 18 മുതൽ 24 എന്ന് പറയാൻ പറ്റും. പറയാൻ കാരണം നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു പോർട്ടൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് കൊണ്ടുവരുന്നതോ നീ ഈ കാര്യം ടോട്ടലി നോർമലായി എടുക്കുമ്പോൾ അടുത്തൊരു പോർട്ടൽ ദൈവം പണിയുകയാ. എന്താ? ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഞാനിപ്പോൾ എന്റെ കണ്ണാൽ കാണുന്ന തലങ്ങളിലുള്ള ഒരു പോർട്ടൽ നിനക്ക് വേണ്ടി അവൻ ഓപ്പൺ ചെയ്യുക. അവൻ ഓപ്പൺ ചെയ്യുന്ന ഒരു പോർട്ടൽ ഉണ്ട്. ടോട്ടലി നോർമലായി നിന്റെ സിറ്റുവേഷൻ എടുക്കാൻ തയ്യാറായ ദൈവം അടുത്തൊരു പോർട്ടൽ നിനക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താ? കാണുന്ന തലങ്ങളിലേക്ക്, സ്വർഗത്തിന്റെ അകത്ത് കാണുന്ന തലങ്ങളിലേക്കുള്ള ഒരു ടോട്ടലി നോർമൽ സിറ്റുവേഷൻ. ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു. അതിന്റെ ഈ മെയ് മാസത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, നിന്റെ ലൈഫിനകത്ത് ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ നിനക്ക് ഉണ്ടാകുന്നു എന്ന് നിനക്ക് തോന്നിയാൽ നീ ഓർത്തോണം, സ്വർഗരാജ്യത്തിനകത്തുള്ള പ്ലാൻ വർക്കിംഗ് ആണ്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടലി നോർമലാ. കാരണം യഹോവയായ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് കിടക്കുന്ന പ്ലാനുകൾക്കകത്ത് നിന്ന് അതിന് ചലനങ്ങൾ ഉണ്ടായിരുന്നതിനകത്ത് നിനക്ക് ടോട്ടലി നോർമലായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് പറയുകയാ, എന്റെ പദ്ധതി ഞാൻ ആരംഭിക്കുകയോ ആ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. നീ ടോട്ടലി നോർമലാണെന്ന് തെളിയിക്കണം. നീ ടോട്ടലി നോർമലാണെന്ന് തെളിയിക്കണമെന്ന്. എടാ, തീച്ചൂളയുടെ തീ 7 മടങ്ങ് വർദ്ധിക്കുമ്പോൾ നീ പറയണം, ഞാൻ ടോട്ടലി നോർമലാ, ഞാൻ ടോട്ടലി നോർമലാ. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സിംഹങ്ങളുടെ ഗുണത്തിനകത്ത് സിംഹങ്ങൾ പട്ടിണി കിടക്കുമ്പോഴോ നീ പറയണം, എന്റെ സിറ്റുവേഷൻ ടോട്ടലി നോർമൽ. പട്ടിണി കിടക്കുന്ന സിംഹക്കൂടുകൾ നിനക്ക് ഒരുങ്ങപ്പെടുമ്പോഴും അവിടെയും പറയണം, ഞാൻ ടോട്ടലി നോർമല്. എനിക്ക് ഏക വിരോധമായി എഴുതിയിരിക്കുമ്പോഴും ഓ ഞാൻ ടോട്ടലി നോർമല്. ഒരു രാജ്യത്തിനകത്ത് മുഴുവനോ ഏക വിരോധമായി എഴുതി സൂക്ഷിച്ചിട്ട് പറയുകയാ, ഞാൻ നിന്നെ സിംഹങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് പറയുമ്പോഴോ ദാനിയേൽ പറയുന്നത് അവൻ എന്നും ചെയ്തു വന്നതുപോലെ ടോട്ടലി നോർമലായിരുന്നു. ടോട്ടലി നോർമൽ. ടോട്ടലി നോർമലായിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നു. ടോട്ടലി നോർമൽ. ഈ പിശാചിന്റെ ഒരു പദ്ധതിയുണ്ട്. നീ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ റൂട്ടിനെ അങ്ങ് മാറ്റുവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊരു 100 മീറ്റർ നീ നടന്നു പോകണം, ഒരു 25 മീറ്റർ നീ വളരെ സൂക്ഷ്മതയോടെ ഓടുക.
ആ 25 മീറ്റർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവന്റെ കാലിന് തളർച്ച സംഭവിക്കുന്നില്ല, ഇവന്റെ എനർജിക്ക് ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അടുത്ത 30ാമത്തെ മീറ്ററിൽ കത്തിരിക്കുന്ന ചില ഉറുമ്പുകളുണ്ട്. അത് നിന്റെ കാലുകളെ കടിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ഓട്ടക്കളത്തിന്റെ എയിം തെറ്റിയാൽ, അതിനെ നീ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഓട്ടത്തിന്റെ കാലുകൾ തെറ്റും, നീ പിറകിലായി പോകും. ഓട്ടക്കളത്തിൽ വിരുദ് പ്രാപിക്കാൻ കഴിയത്തില്ല. ഇത് ശത്രുവിനറിയാം. ഇവൻ കൊണ്ടുവന്ന് നിന്റെ സിറ്റുവേഷനെ ടോട്ടലി അബ്നോർമലാക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, നിനക്ക് വരുന്ന അബ്നോർമൽ സിറ്റുവേഷൻ അത് ടോട്ടലി നോർമലാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നീ ജയം പ്രാപിക്കുന്നത്. അവിടെയാണ് നീ ജയം പ്രാപിക്കുന്നത്. എവിടെയാണോ നിനക്ക് സകലതും നോർമലായി എടുക്കാൻ കഴിയുന്നത്, അവിടെ ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ കൂടെ ചെയ്തെടുക്കത്തുള്ളൂ. ഒരുവൻ ഹാമാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായ, നിങ്ങളിതൊക്കെ വായിച്ചാൽ വിട്ടിരിക്കുന്ന സാധനമാണ്. ഈ ഹാമാൻ കഴുകുമരം ഉണ്ടാക്കാൻ വേണ്ടി മരം വെട്ടുന്നതിന് മുന്നേ മോർദേഖായി അറിഞ്ഞില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് അത് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. മോർദേഖായിയെ തൂക്കിക്കളയാൻ ഉണ്ടാക്കാൻ അവൻ ചിന്തയിട്ട് ആ കഴുക് മരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മരം വെട്ടുന്നതിന് മുന്നേ മോർദേഖായി അറിഞ്ഞു കാണത്തില്ലേ? ഇനി ഇവൻ ഈ പ്ലാൻ ഇടുന്നതിന് മുന്നേ മോർദേഖായി അറിഞ്ഞു കാണത്തില്ലേ? പ്ലാൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കഴുക് മരത്തിന് ഇന്ന രീതിയിലായിരിക്കണം, ഇങ്ങനെയൊക്കെ ആകണം, ഇത്ര വെയിറ്റ് അതിൽ താങ്ങണം, ഇങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ഏത് മരത്തിൽ ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കുന്ന മുമ്പേ മോർദേഖായി അറിഞ്ഞു കാണത്തില്ല. എന്തിനാ മോർദേഖായിയെ തൂക്കിക്കളയണമെന്ന് പറഞ്ഞ ചിന്ത അവനിലേക്ക് വന്നത്? ഹാമാൻ എന്തുകൊണ്ടാണ് മോർദേഖായിയെ തൂക്കിക്കളയണം, അല്ലെങ്കിൽ ഇവന് കഴുക് മരം ഉണ്ടാക്കി ഇവനെ തൂക്കിക്കളയണം എന്നുള്ള ആ ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം തന്നെ? എസ്തറിന്റെ പുസ്തകത്തെ 4-ാം അധ്യായം മുതൽ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്തിച്ചു നിലവിളിച്ചു. അവൻ രാജാവിന്റെ 3-ാം അധ്യായം വായിച്ചു. 3-ാം അധ്യായം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മേദായുടെ മകൻ ഹാമാനും സ്ഥാനക്കയറ്റം കൊടുത്തു. കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. ഒന്നും കൂടെ പറയട്ടെ. ഇന്നലെ വരെകളിൽ വസ്തി ഉണ്ടായിരുന്നു, വസ്തി തള്ളപ്പെട്ടു. പിന്നെ ഉണ്ടത് രാജാവിന്റെ സകല പ്രഭുക്കന്മാർ. ഇത് അടുത്ത റാങ്കാണ്. ഇല്ലാത്ത ഒരു റാങ്ക് ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറ്റി ഈ സകല പ്രഭുക്കന്മാരുടെ മുകളിൽ ആരെ കയറ്റിയിരുത്തുകയാ? ഹാമാനെ കയറ്റിയിരുത്തുകയാ. ഇപ്പൊ രാജ്യത്തിന്റെ രാജാവ് കഴിഞ്ഞ ആരാ? ഹാമാൻ. വായിക്കാൻ താഴോട്ട്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവിന്റെ വാതിൽക്കലെ രാജാവിന്റെ ഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അതിനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാജാവിന് മാത്രം കുമ്പിട്ട് നമസ്കരിക്കുന്ന രാജഭൃത്യന്മാരുണ്ടായിരുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരുവന് സ്ഥാനക്കയറ്റം കൊടുത്ത് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അടുത്തൊരു രാജാവിന്റെ കൽപ്പനയുണ്ടായിരുന്നു. ഇവനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? രാജാവിനെ കുമ്പിടുന്നത് പോലെ എന്ത് ചെയ്യണം? കുമ്പിടണം.
എങ്കിലും മോർദെഖായി അവനെ കുമ്പിട്ടില്ല. എങ്കിലും മോർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിന്റെ വാതിൽക്കലെ രാജാവിന്റെ ഭൃത്യന്മാർ മോർദെഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവരോട് പറഞ്ഞിട്ട് അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മോർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. ദേശത്തിനകത്തുള്ള സർവ്വ എണ്ണവും കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരുവൻ കുമ്പിടാൻ തയ്യാറായില്ലെന്ന്. ഞാൻ ഒന്നും കൂടെ പറയാം. യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയാൽ, അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിനെ കൊന്നുകളയാൽ തുനിഞ്ഞിറങ്ങിയ ഒരു ഹാമാനെ നമുക്കിവിടെ കാണാം. ഇവനെ എന്തുകൊണ്ട് അവൻ കുമ്പിടാത്തത്? ഇവൻ അമാലേക്യനായതുകൊണ്ടാണ് ഇവനെ കുമ്പിടാത്തത്. എന്തുകൊണ്ട് അവനെ കുമ്പിട്ട് നമസ്കരിക്കാത്തത്? അവൻ അമാലേക്യനായതുകൊണ്ട്. ഒരു ദേശത്തിനകത്ത് രാജാവിന്റെ കൽപ്പന ഇരിക്കുമ്പോൾ തന്നെ അവനെ കുമ്പിടാത്തതിന് കാരണം, അവനെ കുമ്പിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് അബ്നോർമൽ സിറ്റുവേഷൻ ആണെന്ന് മോർദെഖായിക്ക് അറിയാം. ഞാൻ കുമ്പിടാത്തിടത്തോളം കാലം എന്ത് സംഭവിച്ചാലും അത് ടോട്ടലി നോർമൽ സിറ്റുവേഷൻ ആണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഹാമാനെ കുമ്പിടാത്തത്. ഹാമാനെ കുമ്പിടാത്തത് കൊണ്ടാണ് മോർദെഖായി എന്ത് ചെയ്തത്? കഴുത് മരം ഉണ്ടാക്കാൻ വേണ്ടി അവൻ പദ്ധതി ഇട്ടത്. ഇനി ഒന്ന് ചിന്തിച്ചേ, ഹാമാനും മോർദെഖായും നേർക്കുനേർ സംസാരം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ടാകാം. ഇവന് വിചാരണ നേരിട്ടിട്ടുണ്ടാകാം. ഒന്ന് താഴോട്ട് വായിച്ചേ. അവന് പുച്ഛകാര്യമായിട്ട് തോന്നിയെന്ന്. പുച്ഛകാര്യമായിട്ട് തോന്നിയിട്ട് സർവ്വ എണ്ണത്തിനെയും ഒന്നുകളെ. പക്ഷെ ഹാമാൻ എന്ത് ചെയ്യണം? ഒരു പടിത്തിൽ കൂടെ മേലില് എല്ലാവരും കാണത്തക്കെ ആയിട്ട് കഴുക് മരത്തിന്മേൽ തൂക്കിക്കളയണം എന്നുള്ള ഒരു തീരുമാനമെടുത്തതിന് ശേഷം, ഈ തീരുമാനം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? മോർദെഖായി അറിഞ്ഞിട്ടും, ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ആ കഴുക് മരം ഉണ്ടാക്കാനുള്ള മരം വെട്ടാൻ കോടാലി എടുക്കുന്നതിന് മുന്നേ മോർദെഖായി അറിഞ്ഞു. എന്നിട്ടും അവന്റെ സിറ്റുവേഷൻ ടോട്ടലി നോർമലായിരുന്നു. ഒരു സൈഡിൽ എന്ത് നടക്കുകയാ? കഴുക് മരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഒരു സൈഡിൽ എന്താ നടക്കുന്നത്? യഹൂദനെ കൊന്നുകളയാനുള്ള വിരോധമായ രാജാവിന്റെ കൽപ്പന എഴുതിക്കൊണ്ടിരിക്കുകയാ. ഒരുവൻ ഇതാ പുറത്ത് നെഞ്ചും വിരിച്ച് ടോട്ടലി നോർമൽ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് അകത്തോട്ട് പോയിട്ട് ഒരുത്തിയെ വിളിച്ചിട്ട് എസ്തേറിനോട് ദൂത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പുറത്ത് നടക്കുക. പക്ഷേ നീ ഇപ്പോൾ മിണ്ടാതിരുന്നാലുണ്ടല്ലോ, നീ മിണ്ടാതിരുന്നാൽ യഹൂദനും മറ്റൊരിടത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. എടാ, ഒരുത്തൻ ടോട്ടലി നോർമൽ ആയിരുന്നു അവന്റെ വാക്ക് ഇങ്ങനെയായിരിക്കും. അവൻ പറയുന്നത്, എടാ, യഹൂദന് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ടോട്ടലി നോർമൽ സിറ്റുവേഷൻ. ഇനി ഒന്നും നേരെ മറിച്ചൊന്ന് ചിന്തിച്ചേ. മോർദെഖായി അബ്നോർമൽ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? അവനെ കുമ്പിട്ടേനെ, അവന്റെ കാല് പിടിച്ച് പറഞ്ഞേനെ ഒന്നും ചെയ്യരുതേ എന്ന്. രണ്ട്, എസ്തേറിനെ വിളിച്ചിട്ട് പറഞ്ഞേനെ നമ്മൾ ചാകാൻ പോകണം, നീ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നീ ഇന്ന് തന്നെ രാജാവിനെ കണ്ട കാലെ വീണ് എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യണം?
അത് മാറ്റണം. പക്ഷെ ടോട്ടലി നോർമലായ ഒരുത്തം പറയുക, യഹൂദനും മറ്റൊരിടത്തു നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. എന്നാൽ നീ ഇപ്പൊ മിണ്ടാതിരുന്നാൽ നീ നിന്റെ പിതൃഭവനവും എന്ത് ചെയ്യും? നശിച്ചു പോകും. എസ്തർ എന്നാ പറയുക, ഞാൻ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്, നീയും അതുപോലെ ചെയ്യും. ഒരു സൈഡിൽ കഴുകുമരം ഉയർന്നുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ സകല രാജധാനിയിലേക്കുമുള്ള ദേശാധിപതികൾക്ക് എഴുതി അയക്കുന്ന കൽപ്പന എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ദിവസം എസ്തേറും മൊർദെഖായിയും എവിടെ ഇരിക്കുകയാണ്? ഹെവൻലി റലത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഞാൻ ഇരിക്കുകയാണ് എവിടെ? ഞാൻ ടോട്ടലി നോർമലായിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഇരിക്കുകയാണ്. ഇരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? കഴുകുമരം അവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നു, അതിന് മാറ്റം ഉണ്ടായില്ല. നാം എപ്പോഴും ചെയ്യുന്നത് തന്നെയാ, പ്രാർത്ഥിക്കാനിരിക്കും, പ്രാർത്ഥിക്കാനിരുന്നു. ഉപവാസത്തിന്റെ 1-ാം ദിവസം കഴിഞ്ഞിട്ട് കഴുകുമരം മാറിയോ? ഇല്ല. ആ രേഖയ്ക്ക് വല്ല വ്യത്യാസം വന്നോ? ഇല്ല. 2-ാം ദിവസം എഴുന്നേറ്റ് നോക്ക്, കഴുകുമരം മാറിയോ? ഇല്ല. അതിന് ഉയരം കൂടിക്കൊണ്ടേയിരിക്കുന്നു, എഴുത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. 3-ാം ദിവസം കഴിഞ്ഞിട്ട് കഴുകുമരത്തിൽ തൂക്കിക്കളയാനുള്ള കയറും കോപ്പുകളും എല്ലാം ഇടുന്നതാ ഇവൻ കാണുന്നതോ. പക്ഷെ ഇവൻ അത് നോക്കാൻ സമയമില്ലായിരുന്നു. ഞാൻ പറയാം, ഞാൻ ടോട്ടലി നോർമലായി, ടോട്ടലി നോർമലായി. എന്താ അവിടെ സംഭവിച്ചത്? നിയമപ്രകാരമല്ലാതെ ഒരുത്തി രാജാവിന്റെ അടുത്തേക്ക് കയറി പോകുകയാ. അവിടുത്തെ രാജാവിന്റെ നിയമം എന്നാ? രാജാവ് പറഞ്ഞിട്ടല്ലാതെ ഒരുത്ത എന്ത് ചെയ്യരുതോ? അന്തപുരത്തിനകത്ത് കയറി ചേരരുത്. അവിടുത്തെ അപ്പോഴത്തെ നോർമൽ എന്താ? പോകരുതെന്നുള്ളതാ. ഇവള് പറഞ്ഞ അതല്ല എന്റെ നോർമൽ, എന്റെ നോർമൽ ഞാൻ അന്തപുരത്തിനകത്ത് കയറി രാജാവിന്റെ അടുത്ത് ദൈവത്തോടെ അല്ലെങ്കിലോ ഞാൻ കയറി ചെല്ലുമെന്നുള്ളതാ എന്റെ ടോട്ടൽ നോർമൽ. ദൈവത്തോടെ അല്ലെങ്കിൽ ഞാൻ എന്റേതായ ഒരു ടോട്ടൽ നോർമൽ ഉണ്ട്, അതിനകത്ത് ഞാൻ കയറി ചെല്ലും. കൂടെയുള്ളവർ പറഞ്ഞു ഇതല്ല നോർമൽ, ഇതല്ല നോർമൽ. ലോകം വിളിച്ചു പറയും ഇതല്ല നോർമൽ, ഇത് അബ്നോർമൽ. പക്ഷെ നീ പറ ഞാൻ നോർമലിനകത്താണ് നിൽക്കുന്നത്. വസ്തിയെ തള്ളിയെടുത്ത് രാജാവിന്റെ കോപം ജ്വലിച്ചു നിൽക്കുന്നിടത്ത് രാജാവിന്റെ കോപത്തിന് ശമനമുണ്ടാകാതെ രാജകൽപ്പന നിൽക്കുമ്പോഴോ എസ്തർ പറയുകയാ, നിയമപ്രകാരമല്ലെങ്കിലോ ഞാൻ രാജാവിന്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകും. കാരണം ഞാൻ എന്റെ നോർമലാണ് നിൽക്കുന്നത്. അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് ഒരാൾക്ക് പോലും പ്രാകാരത്തിലോ അന്തപുരത്തിലോ കയറാൻ കഴിയാത്ത നിയമം ഇരിക്കുമ്പോൾ 3 ദിവസം ദൈവസന്നിധിക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ അവൾക്ക് അവിടെ ചെല്ലാൻ അവർ നോർമലായി തോന്നി. രാജാവിന്റെ വാള് പൊങ്ങത്തില്ലെന്ന് അവളെ മനസ്സിലാക്കിയെന്ന്. 3 ദിവസം ദൈവസന്നിധി ചുമ്മാ ഇരുന്നതല്ലേ? 3 ദിവസം രാജാവിന്റെ ഇന്ന് പകൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ 1-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് കഴുകുമരത്തിന്റെ പണി എന്തായി, നിന്നോ നിർത്തിയോ എന്നെല്ലാം നോക്കിയത്. ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി ഒരു സിംഹത്തെ വായ അടയ്ക്കപ്പെട്ട ദൈവം തീച്ചൂളക്കകത്ത് 4-ാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറി ചെന്നിട്ടോ. ഞാൻ നിയമത്തോടെ അല്ലെങ്കിലും ആ വാക്കൊന്ന് വായിക്കാമോ? 4-ാം അധ്യായം 4
9-ാം വാക്യം മുതൽ വായിക്കാമോ? അങ്ങനെ ഹഥാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹഥാക്കിനെ കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനെയോ സ്ത്രീയെയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണമെന്ന ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിനെ വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കരുത്. നീ ഈ സമയത്ത് വേണ്ടായിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാക്കാം. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പേൻ. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലാം. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെ അവിടെ ഒരു കാര്യം ചിന്തിച്ച്, ആ രാജധാനിയിലുള്ള മുഴുവൻ സാബാല വൃദ്ധ ജനത്തിനും അറിയാം രാജാവിന്റെ അടുക്കൽ എന്ത് ചെയ്യരുത്, പോകരുത്. പോയിട്ട് രാജാവിന്റെ പൊൻചെങ്കോൽ എനിക്ക് നീട്ടപ്പെട്ടില്ലെങ്കിൽ വാൾ എന്റെ കഴുത്തിന് കേറുമെന്ന് ഉറപ്പാ. ടോട്ടലി നോർമൽ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത്, ടോട്ടലി നോർമൽ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഒരു അബ്നോർമൽ സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്. ഇതാ പിശാചിന്റെ പദ്ധതി. 30 ദിവസത്തേക്ക് രാജാവിനോടുള്ള സാധനങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു സുപ്രീം കോടതിയിനകത്ത് ഒരു വിധി പുറപ്പെട്ടു വരികയാണ്. ഇന്ന ദിവസം കൊന്നുകളയണം. എന്നിട്ട് കോടതി 30 ദിവസത്തേക്ക് എന്ത് ചെയ്യുക, അടച്ചിട്ടിരിക്കുക. നിനക്ക് അപ്പീൽ പോലും പോകാൻ പറ്റാത്ത തലങ്ങളിൽ അവൻ നിന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നാൽ 3 ദിവസം അവൾ ഉപവസിക്കാൻ തയ്യാറായി. വാള് പൊങ്ങേണ്ടടുത്ത് പൊൻചെങ്കോൽ പൊക്കി പിടിക്കാൻ അവൾ ദൈവ സാന്നിധ്യത്തിനകത്തേക്കിരുന്നു. ഇതുകൊണ്ടാണ് ശലോമോൻ എഴുതിയത്, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്ക് ഇരിക്കുന്നു, ദൈവം തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. 3 ദിവസം ഇവൾ എന്തിനാ അന്തഃപുരത്തിനകത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നത്? ഇവൾ ദൈവരാജ്യത്തിനകത്ത് ഹെവൻലി റലത്തിനകത്തിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ രാജാവിന്റെ ഹൃദയം അങ്ങയുടെ കരത്തിലിരിക്കുകയാ. നീർത്തോട് തിരിക്കുന്നത് പോലെ തിരിച്ച് വാളിന് പകരം ചെങ്കോൽ എനിക്ക് വേണ്ടി നീട്ടണമേ, പൊൻചെങ്കോൽ എനിക്ക് നീട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ടോട്ടലി അബ്നോർമലായിരുന്നു ദേഷ്യം പറയുമ്പോൾ അവൾ നോർമലായിട്ട് പ്രാകാരത്തിലേക്ക് കടന്നു കയറുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, പ്രാകാരത്തിനകത്ത് കയറുമ്പോൾ അവിടെ ഒന്നും കൂടെ വായിക്കാം. 5-ാം അധ്യായം 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് അവിടെ വെയിറ്റ് ചെയ്തേ. രാജാവിന്റെ സിംഹാസനത്തിനകത്ത് പ്രാകാരത്തിനകത്ത് ഹാമാന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. അടുത്ത 30 ദിവസത്തേക്ക് ഹാമാന് പോലും പ്രവേശനമില്ലാതിരുന്നിടത്തേക്ക് ഒരു തീര നിയമപ്രകാരമല്ലാതെ അകത്തോട്ട് കടന്നു കയറി പോകുന്നത്. കടന്നു കയറി പോകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഹാമാന് പോലും അതിനകത്ത് കയറാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഒരുത്തി നിയമപ്രകാരമല്ലാതെ കയറി പോകുകയാണ്. ടോട്ടലി അബ്നോർമലായിട്ട് ഒരുത്തി കയറി പോകുമ്പോൾ കൂടെ ഉണ്ടായി
ഇത് തല പോകുന്ന കേസാ. നീ ഇങ്ങനെ ചെയ്ത നീ ഇതോടെ നശിച്ചു, നിന്റെ കുടുംബം തീരുമെന്ന് പറയുമ്പോൾ രാജാവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പൊഞ്ചങ്കോലെടുത്ത് ഇവളുടെ നേരെ നീട്ടിട്ട് പറയുക, നിന്റെ ആവശ്യം എന്താകുന്നു എന്നോട് പറയുക. ഈ രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. ഓ യെസ് ലോർഡ്. പിന്നെ രാജാവിന് അവിടെ സ്വസ്ഥതയില്ലായിരുന്നു എന്ന്. ഇവിടെ പലരും അൺഎക്സ്പെക്ടഡ് അല്ലെങ്കിൽ അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടോ നീ അതിനെ നോർമലായിട്ട് നിൽക്കാൻ തയ്യാറായാൽ ചിലതിനൊന്നും സ്വസ്ഥത കൊടുക്കത്തില്ലെന്ന്. നിനക്ക് അബ്നോർമലായിട്ട് തോന്നും, പക്ഷെ നീ നോർമലായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായാൽ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ 5-ാം അധ്യായം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിനക്ക് കാണാൻ കഴിയുന്നത് രാജാവിന് സ്വസ്ഥതയും സമാധാനവും ഇല്ലായിരുന്നു. രാജാവ് ഇപ്പോൾ എസ്തേറിന്റെ പുറകെ നടക്കുകയാ. എസ്തേർ, നീ ഒന്ന് പറ, നിനക്ക് ഞാൻ എന്താ ചെയ്ത് തരേണ്ടത്? ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? എന്റെ ടോട്ടലി അബ്നോർമൽ സിറ്റുവേഷൻ അകത്തേക്ക് നീ കയറുമ്പോൾ രാജാവ് എന്നെ ചോദിക്കുക, രാജാവ് പിന്നെ ചെയ്തില്ല. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചേ, നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവിടെ? രാജാവ് പൊഞ്ചങ്കോൽ നീട്ടിയിട്ട് നിന്റെ ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്തേനെ? അവനതാ പൊക്കി പിടിച്ചിരിക്കുക, ഇവൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, അവൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യണമെന്നേ പറയത്തുള്ളൂ. പക്ഷെ 3 ദിവസം അവൾ ഇരുന്ന് പ്രാപിച്ചതിനകത്ത് നമ്മൾ പറഞ്ഞു, ഞാനൊരു വിരുന്നൊരുക്കുകയാണ്, അതിനകത്ത് നീയും ഹാമാനും വന്ന് പങ്കെടുക്കുകയാണ്. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം വിരുന്നിന് വിളിക്കുക. ഹാമാൻ ലാഘവത്തോടെ ഒരുത്തിയുടെ കട്ടിലിനകത്തേക്ക് കയറുകയാണ്. കാര്യം തിരിയുകയാണ്. എവിടെന്നാ തിരിഞ്ഞേ? രാജാവിന് സ്വസ്ഥതയില്ലെന്ന്. എവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു കൊടുക്കാമായിരുന്നു, പക്ഷെ ഇവളൊന്നും പറയുന്നില്ല. എനിക്കതിന് സ്വസ്ഥതയില്ലാതിരിക്കുമ്പോ ഒരുവൻ എന്താ വേണ്ടതെന്ന് സ്വർഗം ഇറങ്ങി ചെയ്യുകയാ. വിരുന്നിന് വിളിക്കുകയാണ്, ഒരക്ഷരമില്ലാതെ വിരുന്നിന് വിളിക്കുകയാണ്. രാജാവ് വിരുന്നിന് പോയിട്ട് അവന് സമാധാനമില്ല. നിന്റെ അപേക്ഷ എന്താ? നീ പറ. എന്റെ പ്രാകാരത്തിനകത്ത് അങ്ങനെ ഒരുത്തിക്ക് ഇതുവരെ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു ആവശ്യമായിട്ടോ. നിന്റെ വിഷയം എന്തോ വിഷയമുണ്ടോ? നീ പറ. നീ ചിലയിടത്ത് മിണ്ടാതിരുന്നാൽ, നീ ചിലത് അബ്നോർമലിനെ നോർമലായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ചിലത് വളരെ നോർമലായിട്ട് പോകുന്നത് സ്വർഗം അബ്നോർമലാക്കി മാറ്റണം. സ്വർഗം അതിനെ അബ്നോർമലാക്കി മാറ്റണം. ഇന്ന് പകൽക്കാലം ചിലതിന് സ്വർഗം അബ്നോർമലാക്കി മാറ്റുകയാ.
ഞാനിത് വീട്ടിൽ പോയിട്ട് ഈ ഭാഗങ്ങളൊക്കെ ആമേൻ, വായിക്കും. ആമേൻ, ആമേൻ, അതൊക്കെ കർത്താവേ, ടോട്ടലി നോർമലായവൻ. ആമേൻ, കർത്താവേ, ആ ശൂഷൻ രാജധാനിക്കകത്ത് രണ്ടാമത്തെ ചെയർ ഒരുക്കപ്പെട്ടവൻ, ടോട്ടലി നോർമലായവൻ. ഒരു കഴുകുമരം ഉണ്ടാക്കാൻ പോയപ്പോ, യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പന ഉണ്ടാക്കാൻ പോയപ്പോൾ സർവ്വതും നോർമലായിരുന്നു, സർവ്വതും നോർമലായിരുന്നു. എന്നാൽ എസ്തേറും കൂട്ടാളികളും ചേർന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. കഴുകുമരം മാറാനല്ല, യഹൂദന്മാർക്ക് ഇത് മാറാനല്ല. ദൈവം എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം, ദൈവം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞു. ഓ ഇവർ നോർമലായിട്ടോ, ഓ നിയമപ്രകാരമല്ലാതെ ടോട്ടലി അബ്നോർമലിൽ നിന്നുകൊണ്ട് രാജാവിന്റെ സന്നിധിക്കകത്തേക്ക് കയറി പോകുകയാണ്. നീ ടോട്ടലി അബ്നോർമൽ സിറ്റുവേഷനെ നോർമലായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുകയാ. നീ എപ്പോഴാണ് നിന്റെ അബ്നോർമൽ സിറ്റുവേഷൻ നോർമലാകുന്നത്? ചിലത് നോർമലായിരിക്കുന്ന സിറ്റുവേഷനില് ദൈവം പൊളിച്ചതിനെ അബ്നോർമലാക്കുകയാ. ചിലതിന് നോർമലാക്കുന്ന പകൽക്കാലമായി തീരേണ്ടത്. കർത്താവേ, ഞങ്ങൾ ദൈവമേ ടോട്ടലി നോർമലായി ചിലതിനെ എടുക്കുകയാണ്. ചിലതിനെ ടോട്ടലി നോർമലായി ഞങ്ങൾ സ്വീകരിക്കുക. എന്റെ ജീവിതത്തിനകത്ത് ഇന്നത് ഞാൻ ടോട്ടലി നോർമലായിട്ട് എടുക്കുകയാണ്. ഞാൻ ടോട്ടലി നോർമലായിട്ട് ഈ സിറ്റുവേഷൻ എടുക്കുക. കർത്താവേ, ഞാൻ ഇതിനെ ടോട്ടലി നോർമലായിട്ട് എടുക്കുക. നീ ടോട്ടലി നോർമലായിട്ട് എടുത്താൽ ശത്രുവിന്റെ പാളയത്തിനകത്ത് നോർമലായിരിക്കുന്നത് ചിലത് അബ്നോർമലാകാൻ പോകുകയാണ്.